മുംബൈയിൽ ബന്ദി നാടകം. മുംബൈയിൽ 20 കുട്ടികളെ ബന്ദികളാക്കി യുവാവിന്റെ ഭീഷണി. പോലീസും അഗ്നിരക്ഷാസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ പദ്ധതി പൊളിച്ച കുട്ടികളെ രക്ഷപ്പെടുത്തി. ഇതിനിടെ പ്രതി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. രോഹിത് ആര്യ എന്ന യുവാവാണ് RA സ്റ്റുഡിയോയിൽ കുട്ടികളെ പൂട്ടിയിട്ടത്. मैं रोहित आर्या। सुसाइड करने की जगह मैंने एक प्लान बनाया और कुछ बच्चों को इधर हॉस्टेज रखा है। मेरे को ज़्यादा डिमांड्स नहीं है, बहुत सिंपल डिमांड्स है, बहुत मॉरल डिमांड्स है, बहुत एथिकल डिमांड्स है। और मेरे कुछ सवाल है, मुझे कुछ लोगों से बात करनी है, उनको सवाल पूछने हैं, उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है, लेकिन मुझे ये जवाब चाहिए। मुझे दूसरा कुछ नहीं चाहिए। ना मैं टेररिस्ट हूँ, ना मेरी बहुत बड़ी पैसों की डिमांड है, कुछ भी पैसों की डिमांड तो है ही नहीं, इमोरल तो बिल्कुल भी नहीं है। सिंपल कॉन्वर्सेशंस करने हैं और जिसके लिए मैं इन बच्चों को हॉस्टेज लिया है। ये मैंने एक प्लान के तहत ही हॉस्टेज लिया है। लेट्स चेंज 4 मैं सच में करने वाला हूँ। अगर ज़िंदा रहा तो मैं करूँगा, अगर मैं मर गया तो कोई और करेगा, लेकिन होगा ज़रूर। इन्हीं बच्चों के साथ होगा अगर इनको हार्म नहीं होता है तो, बिकॉज द स्लाइटेस्ट रॉन्ग मूव फ्रॉम योर एंड विल ट्रिगर मी. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, 20 കുട്ടികളെ ബന്ദികളാക്കി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ തീ വയ്ക്കും, കുട്ടികളെ കൊല്ലുമെന്നതടക്കമുള്ള ഭീഷണി നടത്തിയ സാഹചര്യത്തിലായിരുന്നു പോലീസിനും ഫയർഫോഴ്സിനും ചേർന്ന് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നത്. അതിനൊടുവിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്? അജയ്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? മുംബൈയെ 4 മണിക്കൂർ ഭീതിയിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു യുവാവിൻ്റെ പരാക്രമണം ഉണ്ടായത്. മൊത്തം 20 കുട്ടികളെയാണ് ഓഡീഷൻ എന്നുള്ള പേരിൽ ഇയാൾ ബന്ദികളാക്കി ഭീഷണി തുടർന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇയാൾ മുംബൈയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ ഈ കുട്ടികളെ വിളിച്ചു വരുത്തിയത്. മൊത്തം 100-ലധികം കുട്ടികൾ ഈ ഓഡീഷന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് വിവരം. മൊത്തം 15-നും 20 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഇവിടേക്ക് എത്തിയത്. 100 പേർ എത്തിയതിൽ 80ഓളം പേരെ ഇയാൾ തിരിച്ച് പറഞ്ഞയച്ചു. അതിൽ 20 പേരെയാണ് ഇയാൾ ബന്ദികളാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. മുംബൈയിലുള്ള തിരക്കേറിയ ഒരു പോവായ് മേഖലയിലുള്ള RA സ്റ്റുഡിയോയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. 4 മണിക്കൂറാണ് ഇയാൾ മുംബൈ നഗരത്തെ മൊത്തം ഭീതിയിലാക്കിയത്. 12 മണിക്ക് ഇയാൾ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നു. അതിനുശേഷം 12:30 ഈ കുട്ടികളെ മൊത്തം 20 കുട്ടികളെ ഇവിടെ ബന്ദികളാക്കി ഇയാൾ വയ്ക്കുന്നു. അതിനുശേഷം 4 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രതിസന്ധിയാണ് ഇയാൾ സൃഷ്ടിച്ചത്. ഇയാൾ ഇതിനു ശേഷമാണ് ഈ കുട്ടികൾ ബന്ദികളാക്കി തൻ്റെ കൈവശമുണ്ട്, ആത്മഹത്യ ചെയ്യുന്നതിന് പകരമാണ് താൻ ഈ ഒരു മാർഗം സ്വീകരിച്ചത്. തൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റണം, തനിക്ക് ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അവർ പറയുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ തനിക്ക് ചില മറുചോദ്യങ്ങളും അവരോട് ഉന്നയിക്കാനുണ്ട് എന്നാണ് ഇയാൾ പിന്നീട് പുറത്തുവിട്ട വീഡിയോ സന്ദേശം വഴി പറഞ്ഞത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സംയുക്തമായിട്ടാണ് ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിയത്. ഇയാൾ തന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ കെട്ടിടത്തിന് തീയിടും എന്നൊരു ഭീഷണി കൂടി മുഴക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അഗ്നിരക്ഷാസേനയുടെ സഹായം കൂടി പോലീസ് സ്വീകരിക്കുകയുണ്ടായിരുന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും ഈ കെട്ടിടത്തിൻ്റെ ബാത്റൂമിൻ്റെ ജനാല തകർത്താണ് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇയാളുമായിട്ട് പോലീസ് സംസാരിക്കാൻ ശ്രമിച്ചു. ഈ രോഹിത് ആര്യൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളുമായി പോലീസ് സംസാരിച്ചു. ഇതിനെ തുടർന്ന് ഇയാൾ പറഞ്ഞത് നാഗ്പൂരിൽ ഇയാൾ ചില കൺസ്ട്രക്ഷൻ ജോലികൾ എല്ലാം ഏർപ്പെട്ടിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് തനിക്ക് 80 ലക്ഷത്തോളം രൂപ തരാനുണ്ട്. ഇത്തരത്തിൽ തന്നെ ഈ 80 ലക്ഷം രൂപ തരാതെ വഞ്ചിച്ചത് കാരണമാണ് ഈ ഒരു മാർഗം സ്വീകരിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസിന് തുടർന്ന് എന്തെങ്കിലും സംസാരിക്കാനാകുന്നതിന് മുൻപ് ഇയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു തോക്കുകൊണ്ട് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇത് ഈ പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു തോക്കാണ്, ഒരു എയർ ഗണ്ണാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിനുശേഷം പോലീസ് തിരിച്ച് വെടിവെച്ചപ്പോഴാണ് ഇയാൾക്ക് നെഞ്ചിൽ വെടികൊണ്ട് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഏറെ നേരത്തെ ചികിത്സയെ തുടർന്ന് ഇയാൾ മരണത്തിന് കീഴടങ്ങി. 4:30 എല്ലാ കുട്ടികളെയും ഇവിടെ നിന്ന് മോചിപ്പിക്കാനായത്. 12:30 അകപ്പെട്ട 20 കുട്ടികളെ 4:30
കഴിഞ്ഞതോടെ പോലീസിന് സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കാനായി. ഇവർക്ക് മറ്റ് പരിക്കുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല. എന്നാലും വളരെയധികം ഭീതിയിലാണ് ഈ കുട്ടികൾ. ഈ 4 മണിക്കൂർ തുടർച്ചയായിട്ട് ആ കെട്ടിടത്തിനകത്ത് അകപ്പെട്ടു പോയത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബന്ദി നാടകത്തിനൊടുവിൽ അക്രമി കൊല്ലപ്പെട്ടു, കുട്ടികൾ സുരക്ഷിതരായി രക്ഷിതാക്കളെ ഏൽപ്പിച്ചു എന്ന് പോലീസ് അപ്പോൾ തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇതിന് പിന്നിലുള്ള ചേതോ വികാരം, എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെയൊരു അതിക്രമത്തിന് മുതിർന്നു എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ.